ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം ഈ ഒരു ആഴ്ച മൊത്തം 9 കണ്ടസ്റ്റൻസ് ആണ് നോമിനേഷൻസ് വന്നിരിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് ആര് പോകുമെന്നറിയാൻ പ്രേക്ഷകർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പൊ നിലവിൽ നമുക്കൊരു അൺഒഫീഷ്യൽ പോളുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓഡിയൻസ് ട്രെൻഡും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഈ ഒരു ആഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യതകൾ ആരാണ് എന്നതൊക്കെ. അതായത് ഏകദേശം ഇന്നൊരു മൂന്നാമത്തെ ദിവസമായല്ലോ ഈ ഒരാഴ്ച തുടങ്ങി വോട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി. അത്യാവശ്യം ഓഡിയൻസിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മൊത്തത്തിൽ ഈ ഒരാഴ്ച നമുക്ക് 9 കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്നതിൽ ശാരിക, ശരത്ത്, ഒനീൽ, രണ, അക്ബർ ഖാൻ, അതുപോലെ തന്നെ ശൈത്യ, സരിക, ഷാനവാസ്, അനു, ഇത്രയും 9 പേരാണ് ഈ ഒരു ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അൺഒഫീഷ്യൽ ആയിട്ട് വരുന്ന ഒരു ഓഡിയൻസ് ട്രെൻഡ് അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അനു, ഷാനവാസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം അനുവിനൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പുറത്തെ ആ ഒരു ഫെയിമിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തോന്നുന്നു. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മികച്ചത് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നെ നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ വോട്ട് കിട്ടി പോകുന്ന പുറത്തെ ആ ഒരു ഫെയിമും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഷാനവാസിനും അതുപോലെ തന്നെ ഒരു മികച്ച ഗെയിമർ ആണ്. നല്ല രീതിയിൽ ഗെയിം കളിച്ചു പോകുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് വന്ന ആ ഒരു സീരിയൽ ഫെയിമും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷാനവാസിന് വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിയുമ്പം അക്ബർ ഖാൻ, അപ്പാനി ശരത്ത്, രണ ഫാത്തിമ, ഇവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു 3, 4, 5 സ്ഥാനങ്ങളിലൊക്കെ ഇവര് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു വോട്ടും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. പിന്നീട് പറയുന്നത് നമ്മൊരു 6, 7, 8, 9 പ്ലേസിലേക്ക് വരുന്ന ആൾക്കാർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. തീർത്തും മോശമായ രീതിയിലാണ് വോട്ടിംഗ് ഒക്കെ പോകുന്നത്. ഒനീൽ സാബു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6, 7 സ്ഥാനങ്ങളിലേക്ക് 9 പേരിൽ വോട്ടിങ്ങിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്യയും ഈ പറഞ്ഞതുപോലെ 6, 7 സ്ഥാനങ്ങളിൽ റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ശാരികയും സരികയുമാണ് ഏറ്റവും കുറവ് ഒരു വോട്ടിങ്ങിലേക്കൊക്കെ കണ്ടുവരുന്നത്. അതായത് ഓഡിയൻസിന്റെ ഒരു ട്രെൻഡിൽ വലിയ കാര്യമായിട്ടുള്ള വോട്ടും കാര്യങ്ങളും ഇല്ലാതെ നിൽക്കുന്നത് ശാരികയും അതുപോലെ തന്നെ സരികയുമാണ്. എന്താണെങ്കിലും നോക്കാം. നമുക്ക് ഇനിയിപ്പം 2 ദിവസം കൂടി ഈ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. വോട്ടിങ്ങിലേക്ക് ആരൊക്കെ കയറി വരുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ശൈത്യ, ശാരിക, സരിക, ഒനീൽ സാബു, ഇവരിൽ ഒരാളായിരിക്കണം ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്ന ഓഡിയൻസ് ട്രെൻഡ് വെച്ചിട്ട്. അതിൽ ശാരിക, സരികയ്ക്കാണ് കൂടുതൽ വോട്ടുകൾ കുറഞ്ഞു കാണുന്നത്. ഇനി ഈ ഒരു വീക്ക് മെയിൽ കണ്ടസ്റ്റന്റ് ആരെങ്കിലും ആണ് പുറത്തേക്ക് വിടാൻ ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ഒനീൽ സാബുവിന് ചാൻസ് കാണുന്നുണ്ട്. ഒനീൽ സാബു കുറച്ച് കയറി വരുന്നതായിട്ടാണ് അൺഒഫീഷ്യൽ വോട്ടുകളൊക്കെ നോക്കി കഴിയുമ്പോൾ കാണുന്നത്. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ കണ്ടസ്റ്റൻസ് ഇവിടെ നിൽക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം, അതുപോലെ തന്നെ എവിറ്റ് ആകേണ്ടത് ആരൊക്കെയാണെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്താണെങ്കിലും ശാരിക, സരിക നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡേഞ്ചറസ് സോണിലേക്കാണെന്ന് പറയാം. അതുപോലെ തന്നെ ശൈത്യ, ഒനീൽ സാബു കൂടി നമുക്ക് ഈ ഒരു ഡേഞ്ചറസ് സോണിൽ ഉൾപ്പെടുത്താം. 4 പേരുടെ ആ ഒരു ഡേഞ്ചറസ് സോൺ ലിസ്റ്റിലേക്ക്. നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഒരു വെള്ളിയാഴ്ച ആഫ്റ്റർനൂണോട് കൂടി കിട്ടുന്നതായിരിക്കും. ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഓഡിയൻസ് ട്രെൻഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു സമയത്ത് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.